അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മയ്യത്ത് ദഫൻ ചെയ്തതും കഫൻ ചെയ്തതും രണ്ട് ക്ലാസ് ഞങ്ങ മുന്നലെടുക്കുക. ഇന്ന് ഞങ്ങ മയ്യത്ത് കുലിപ്പാട്ടുന്നതിനെ സംബന്ധിച്ചിട്ട് ഇന്ന് ഞങ്ങ ചർച്ച ചെയ്യുക പോലെ മയ്യത്ത് കുലിപ്പാട്ടുന്ന ഉടനെ ശ്രദ്ധിക്കാനായ ചില വിഷയങ്ങൾ. മയ്യത്ത് കുളിപ്പാട്ട എന്നുള്ളത് അത് നമുക്ക് ഫർദ് കിഫായ. ഫർദ് കിഫായ ആകുമ്പോൾ അതിനെ സംബന്ധിച്ച് റായത്താൽമാർ പരിശ്രമം വേണം. അപ്പൊ ഈ മയ്യത്ത് കുളിപ്പാട്ടലോടെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ സംബന്ധിച്ച് അറിയണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞങ്ങളെ ജമാഅത്ത് ജൊത്ത കാര്യദർശി ഉസ്മാനാക്ക് ഞങ്ങളിട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ആ മയ്യത്ത് കുളിപ്പാട്ടിനെതിരെ രീതി ചോദ്യോത്തര രീതിയിൽ ഞങ്ങൾക്ക് പഠിക്കാം. ഞങ്ങളുടെ ചാനലിക്ക് പുതിയ ആൾക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കൂ. അതുപോലെ ഇതിലെ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തുവാട്ടി കൊടുക്കും. അതുപോലെ നിങ്ങളെ മഹല്ല് ഗ്രൂപ്പിലും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലും കടത്തിട്ട് ഇതിലെ മറ്റുള്ള ആൾമാർക്കും ഈ ഒരു അറിവ് എത്തുവാട്ടി കൊടുക്കും. അതുപോലെ കുളിപ്പാട്ടൊക്കെ പേനായി പഠിച്ചിട്ട് ആൾമാർ മുന്നൽ പറഞ്ഞു മക്കളെ ഇങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക എത്ര മക്ക മുന്നൽ പണ്ടറ അതിനേക്കാൾ ഉപരി ഏതൊക്കെ പറഞ്ഞു മയ്യത്ത് കുളിപ്പാട്ടതുക്കും കുടുംബത്തങ്ങ് മുന്നൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മഷാല്ല ഞങ്ങ മുന്നത്തെ ഒരു വീഡിയോ നല്ല ഞങ്ങ ദപ്പന്റെ വിഷയത്തിൽ നല്ലോണം മനുഷ്യന്മാർ എല്ലാവർക്കും ഒരു അർത്ഥവും പോലെ നിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ കുറെ കമന്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, നല്ല കമന്റ്സ്. ഇങ്ങനത്തെ വീഡിയോ ഞങ്ങൾ ഉപയോഗം മുന്നോളും വേറെ വേറെ നമുക്ക് ഞങ്ങൾക്ക് പഠിക്കൊണ്ടായി ഞങ്ങൾ വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും നല്ലൊരു കമന്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ഇൻഷാല്ല ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് മയ്യത്ത് നിങ്ങൾ എല്ലാമൂത്ത് മറിച്ചിട്ടാകുമ്പോ ഒത്താസി ഫസ്റ്റ് പോയിട്ടായിട്ട് ഞങ്ങൾ വെച്ച് തന്നെ വെക്കറി അങ്ങനല്ല ആ ഒരു ഞങ്ങളെ വിധി വിധാന എന്ത് കുളിപ്പാട്ടിന്റെ വിഷയത്തിൽ വിധി വിധാനം എന്തിന് ഞങ്ങൾക്ക് കറക്റ്റായി കൊണ്ട് ഞങ്ങൾ മാറ്റി വേണം. കുളിപ്പാട്ടിനെതിരെ വിധി ഫർദ് കിഫായ. ഫർദ് കിഫായ ചെന്നെങ്കിൽ ആ റായത്തിലെ ആളുമാർക്ക് നിർബന്ധമായിട്ട് പണ്ട് ഏ റായത്ത് അവൻ മരിച്ചതാണ് ആ റായത്തെ ആളുമാർക്ക് കുളിപ്പാട്ട എന്നുള്ളത് അങ്ങനെ മേലെ കട്ടായിട്ടില്ല. അപ്പൊ എല്ലാ റായത്തിലും ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞ ആളുമാരും വേണം. അപ്പോ ഇൻഷാല്ല കുളിപ്പാട്ടിനത് ആറ് കുളിപ്പാട്ടാണ്. ഇപ്പൊ ഞങ്ങൾ മയ്യത്ത് മറിച്ചിട്ടാൻ പറ്റൂ ആണിങ്ങ അതോട് സൈഡില് ചില ആള് വലിയ ഞങ്ങളെ കുടുംബത്തങ്ങളെ വലിയ ഇരിയങ്ങളെ വന്നിട്ട് വെളിപ്പാടുന്നത്. അങ്ങനെ ആറ് കുളിപ്പാട്ടായ വിഷയം എന്ത് ആറ് കുളിപ്പാട്ടാണ് ക്ലിയർ ആയിട്ട്. കുളിപ്പാട്ടവും ആണിങ്ങൾ കുളിപ്പാട്ടലായിട്ടിട്ട് ഏറ്റവും നല്ലത്, പെണ്ണുങ്ങൾ കുളിപ്പാട്ടലായിട്ടിട്ട് ഏറ്റവും നല്ലത്. ഇനി ഈ കുളിപ്പാട്ടനായത് ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കലവിടെ ഞങ്ങൾ എങ്ങനെ ചൊല്ല അതേ രീതിയായിട്ട് ഉടയും വേണ്ടത്. അതായത് ചുരുക്കി ചൊല്ലെങ്കിൽ ബാപ്പ മരിച്ചെങ്കിൽ മക്ക കുളിപ്പാട്ടണം, മോന് മരിച്ചെങ്കിൽ ബാപ്പ കുളിപ്പാട്ടണം. അതുപോലെ ബാപ്പ ഇല്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പ, മോനില്ലെങ്കിൽ മോന്റെ മോന്. ഈ ഒരു രീതിയിലായിട്ട് ഇലവണു മൂത്തോണു അബ്ബടെ മൂത്തോണു ഇങ്ങനെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ആൾമാരായിട്ട് മയ്യത്ത് കുളിപ്പാട്ടണം. എന്തുകൊണ്ടാ പർത്ര കൊണ്ട് ബിൽച്ചൻ കണ്ടെങ്കിൽ അവന് കർമ്മം നിർവഹിച്ചു കൊണ്ട്. അതേ സമയത്ത് കിതാബിൽ കാണാം ഈ കുടുംബക്കാർ ചൊല്ലണമെന്നെങ്കിൽ ഇങ്ങനത്തെ കൃപയും ദയാലും ആറ് കാട്ടില്ല, പിന്നത്തെ ബന്ധവും കാട്ടില്ല. അതുകൊണ്ട് ബാപ്പ മരിച്ചാൻ കണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മക്കൾ കുളിപ്പാട്ടുള്ളൂ. പിന്നെ ഈ മയ്യത്ത് നിസ്കരിക്കലവിടെ മോൻ ഇമാമിനില്ലെങ്കിൽ അവർക്ക് പിറവത്തിൽ നിന്ന് നിസ്കരിക്കുള്ളൂ. കുളിപ്പാട്ടവിടെ അങ്ങനല്ല, ഒരേ ആൾക്കവിടെ പുറത്തെ ഹെൽപ്പ് പിന്നത്തെ തന്നി കൊടുക്കുക. ഇങ്ങനെ രണ്ട് മൂന്നാൾ മാത്രമായിട്ട് കുളിപ്പാട്ടോടെ വേണ്ടത്. നയ്യത്ത് നിസ്കരിക്കും 100 ആളിനെങ്കിൽ 200 ആളിനെങ്കിൽ 300 ആളിനെങ്കിൽ നിസ്കരിക്കണം. അപ്പൊ മോനും മക്കളും നിസ്കരിക്കുന്നത് ഇമാമിനിട്ടല്ല, പർവ്വത്തിന് നിസ്കരിച്ചു നിസ്കാരം ചെയ്യണം. നിസ്കാരം എല്ലാവരും ചെയ്യണം. അതേസമയത്ത് കുളിപ്പാട്ടൊക്കെ എല്ലാവർക്കും ആവില്ലേ. അപ്പൊ കുളിപ്പാട്ടം ചെന്നത് ഏറ്റവും ബന്ധപ്പെട്ടത് അടുത്ത കുടുംബമാണ്. അപ്പൊ ഈ ആണുങ്ങളാണെങ്കിൽ ഇപ്പൊ ആണുങ്ങൾ കുളിപ്പാട്ടിയമേ ഏതാണെങ്കിലും ആവിടും. അതേസമയത്ത് നല്ലത് കുടുംബത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കണേക്ക് താൽമാർ. പെണ്ണുങ്ങളാണെങ്കിലോ അങ്ങനെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾമാർ. പിന്നെ മാപ്പിളയുടെ പെഞ്ഞായിക്ക് കുലിപ്പാട്ട, പെഞ്ഞയുടെ മാപ്പിളക്കും കുലിപ്പാട്ട, അതൊക്കെ പെണ്ണുങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തെ പെണ്ണുങ്ങ വേറെ പെണ്ണുങ്ങ സാധാരണ ഇപ്പൊ എന്താക്കുന്നത് കുലിപ്പാട്ടക്ക് വിളിച്ചോണ്ട് പണ്ടാറ്. അപ്പൊ വിളിച്ചോണ്ട് വന്നതെങ്കിൽ ഈ കുലിപ്പാട്ട തെരിയാത്തത് കൊണ്ടായിട്ടില്ല. അപ്പൊ കുലിപ്പാട്ട എന്നുള്ളതിനെ സംബന്ധിച്ച് എങ്ങനെയായിട്ട് മനസ്സിലാക്കിയാൽ കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് സുലഭമായിട്ട് പ്രതി മഹല് പ്രതി ഒരു ജാഗറും ഓരോരോ ആൾമാരി ഒരു സെറ്റാക്കിട്ട് വെച്ചിട്ട് അങ്ങനെ കുടുംബത്തിൽಗ ഒരു അങ്ങനത്തെ ഒരു ടീം ഇല്ലെങ്കിൽ ಭಾರಿ നല്ല ಮರ್ಚ ಸಾತ್ ಎಲ್ಲ ಮತ್ತೆ ರೂಢಿಯಾಗಿ ಬೆಚ್ಚ
ചുട്ട തണ്ണി കായ്ക്കത് എവിടെമ്മ അടുപ്പ് വന്നിട്ട് എവിടെമ്മ കല കടന്നിട്ട് വെച്ച തണ്ണി ആയിട്ടിട്ട് ഇപ്പൊ എല്ലാവരും ഞങ്ങൾ വയസ്സരങ്ങും എല്ലാവരും ഇപ്പൊ അതൊരു വലിയൊരു വിഷയമായിട്ടിട്ട് തണ്ണി ഏതാവണം മയ്യത്ത് കൽകൊണ്ടു തണ്ണി ഏത് നല്ലി. ഇത് പ്രധാനപ്പെട്ട എല്ലാ മഹലും മനസ്സിലാക്കി വേണ്ട ഒന്ന്, എല്ലാ ജമാഅത്തിലും എന്ത് ഇല്ലെങ്കിലും മയ്യത്ത് കുളിപ്പാട്ടുള്ള മണ്ട റെഡിയാക്കി വെച്ചിട്ട് അതിക്കുള്ള അടുപ്പും റെഡിയാക്കി ചപ്പ തന്നിലായിട്ട് മയ്യത്ത് കുളിപ്പാട്ടുണ്ട്. കിതാബിലെല്ലാം ചൊന്നത് മായിൻ ബാരിദില്ല, എന്താ ചപ്പ തന്നി കോൾഡ് ഫ്രിഡ്ജിൽ വെച്ച് കോൾഡാക്കിയതുണ്ടല്ല, നല്ല ചപ്പ തന്നിയായിട്ട് മയ്യത്ത് കുളിപ്പാട്ടുണ്ട്. വെച്ച തണ്ണിൽ കുളിപ്പാട്ടൊക്കെ തീരെ എന്ന് കടൽ തന്നെ കിട്ടുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ സാധാരണ കിണത്തിൽ നിന്ന് കിട്ടുക തന്നെ. ഇന്നല്ല മയ്യത്ത് കുളിപ്പാട്ട് ചുമന്ന സ്വറന്തില്ല, കാലി ടാപ്പ് തിരിച്ചു വെച്ചിട്ട് പൈപ്പ് പിടിച്ചമ്മി എല്ലാം തന്റെ സുലഭം. കാലി ടാപ്പ് തിരിച്ചു വെച്ചിട്ട് പൈപ്പ് കുത്തിയിട്ടുണ്ടല്ലേ, ഞങ്ങൾക്ക് പൈപ്പ് ഇങ്ങനെ കാട്ടൊക്കെ ആവുമെങ്കിൽ ഏറ്റവും നല്ലത് ചപ്പ തന്നെ വെട്ടിക്കൽ. എന്തെന്നുണ്ടാ മയ്യത്ത് വെച്ച തണ്ണിൽ കുളിപ്പാട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പി പോകണം. ഞങ്ങൾ കർപ്പൂർ ഇട്ടതിലേക്ക് മയ്യത്ത് കട്ടി നിൽക്കും. വെച്ച തണ്ണിൽ കുളിപ്പാട്ടെങ്കിൽ അത് മയ്യത്തിനെ തളർത്തി പെട്ടെന്ന് തുരുമ്പി പോകും. അതാണ് അത് മയ്യത്തിന് എന്തായിട്ട് ബുദ്ധിമുട്ടായിട്ട് മയ്യത്തിനെ അങ്ങനെ വെച്ച തണ്ണിൽ കുളിപ്പാട്ട് കുത്തിയിടാം. മയ്യത്തിന് ചപ്പ തണ്ണിൽ കുളിപ്പാട്ടണം. ഇനി വെച്ച തന്നെ ആ കൈയോടെ കൊണ്ടുവന്ന ഐസ് കുത്തി കോൾഡെല്ലാം ആയിട്ട് കണ്ടെങ്കിൽ ഈ കോൾഡ് പോണത് തക്ക തെല്ല് വെച്ചാക്ക. ഇനി അങ്ങനെയല്ല ബസ്സായിട്ട് ചുരുങ്ങിട്ട് ചപ്പ തന്നെ വീറ്റെങ്കിൽ ആവലെ അല്ല തോൽ അവിടെ ഇതവിടെ മുദ്ദാവും കണ്ടെങ്കിൽ ഒരു തെല്ല് ഉഗ്രു വെപ്പും ചൊല്ലില്ല ഞങ്ങളുടെ ഭാഷ അത്ര മാത്രാക്ക. അല്ലാണ്ട് വെച്ച തണ്ണിൽ മയ്യത്ത് കുളിപ്പാട്ടിൽ തീരാം. ഇതാ ഞങ്ങളെ ഇപ്പൊ മയ്യത്ത് കുളിപ്പാട്ടോടെ ഗലാട്ടമ്മ അവിടെ പക്ഷെ മരിച്ചത്തിന് തന്നെ ഫസ്റ്റ് കുറലോട് കോലിപ്പാട്ടി എന്തിനേക്ക് മയ്യത്ത് കുളിപ്പാട്ടുള്ളൂ തന്നി വെച്ചാക്കും. ആ തണ്ണിയാണെങ്കിലോ അത് ഒരുക്കി പോണ്ടെങ്കിൽ നടക്കുമ്പോളോ അത്ര വെച്ച തണ്ണിയായിട്ടേക്ക്. അപ്പൊ അത്ര വെച്ച തണ്ണിൽ മയ്യത്ത് എന്താക്കത്തീര കുളിപ്പാട്ട് കുത്തിയറ. വെച്ച തന്നി തീര ചപ്പ തണ്ണിൽ തന്നെ ആയിട്ടിട്ട് മയ്യത്ത് കുളിപ്പാട്ടേണ്ടത്. ചില സന്ദർഭത്ത് മാത്രം അങ്ങനത്തെ എന്തെങ്കിലും മറന്തോ എണ്ണമോ തോറ്റിയതോ അല്ല ഇന്നലെ കണ്ടെങ്കിൽ എന്താക്കണം ചപ്പ തന്നി ഒരു തെല്ല് ഉഗ്രു വെപ്പാക്കിട്ട് ബീത്തണം. അയില് നിപ്പാസും ഇല്ലെങ്കിൽ കുളിപ്പാട്ടമ്മ എന്തിനതിരെ ഒരു വിവരണ അത് കുളിപ്പാട്ടെടുത്ത് ഇങ്ങനെ കുളിപ്പാട്ട ഹൈലിന്നങ്ങവും നിഫാസിന്നങ്ങവും കുലി നിർബന്ധമായകവും കുലിപ്പാട്ടിലേക്ക് വിരോധമില്ല. ഇപ്പൊ പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ അങ്ങ് കുലിപ്പാട്ട് തിരിയിട്ട് പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കോ ഇല്ലാണ്ട് പെരിക്കിട്ടായിരുന്നു കുലിപ്പാട്ടോടെ. ഇപ്പൊ ഒരാൾ മരിക്കോബേനായി കിടക്കുമ്പോഴത്തേക്കോ ചില നജസുകളെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇത്തരം ആൾക്കാർ ജനാബത്തായ ഹൈല് നിഫാസിന് തെല്ല് ദൂരത്ത് നിൽക്കാനല്ലേ എന്തേ ചെന്നെങ്കിൽ റഹ്മത്തിനെ മലക്ക് വേണ്ടിക്ക് തടയാവണ്ട. ഇന്ന് അത്യാവശ്യത്തെ നമുക്ക് പോണോന്ന് കണ്ടെങ്കിൽ എനിക്ക് തൊന്തരന്നില്ല, ഇത് പാടില്ല ഹറാമും ചൊല്ലുന്നതല്ല. ദൂരനുണ്ടെങ്കിൽ നല്ലേ കുലിപ്പാട്ടോടെ ആവശ്യമില്ല. കുലിപ്പാട്ടോടെ അങ്ങനെ എന്താക്കാം കുലിപ്പാട്ട. അപ്പൊ ഈ മയ്യത്ത് മരിക്കുമ്പോൾ ജനാബത്ത് കൊണ്ടുകൊണ്ട് വന്നിട്ടായെങ്കിൽ അതിന് കുലിപ്പാട്ടെ വിധി എങ്ങനെ അതൊരു വിഷയം വരുന്നത്. അതായത് ഈ മയ്യത്തിന് മേലുള്ള നിർബന്ധമായ നിസ്കരിക്കണോ നോമ്പ് പിടിക്കണോ ഒഴിവാക്കണോ അവന് ഫർദ് കുളിക്കണോ ഇതെല്ലാം മരിക്കലോട് കൂടെ തീർത്ത് ഓന് മരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് നിർബന്ധം അവിടെ ഓണ്ട് കുലിപ്പാട്ട. അതുകൊണ്ടിട്ട് കുലി നിർബന്ധമായ ഒരാണിങ്ങ അല്ലെങ്കിൽ ഹൈദ് നിഫാസിന്ന് പൊന്നിങ്ങ മരണപ്പെട്ടെങ്കിൽ രണ്ട് കുലിയുമോ വേറൊരു കുലി ആവശ്യമില്ല. ഒരു കുലി മാത്രമായിട്ട് ഈ മയ്യത്ത് കുലിപ്പാട്ട എന്നുള്ള കുലി തന്നെ അവിടെ നിങ്ങൾക്ക് അവിടെ വേറൊരു കുലിയുടെ ആവശ്യമില്ല. അതേ കുലി മെയ്. അപ്പൊ പിന്നെ ഒരു ഇപ്പൊ വലിയ ഇപ്പൊ മരിച്ചില്ല ഒരു ആക്സിഡന്റ് ഒരു അപകടത്തില് എന്തായാലും ഒരു മയ്യത്തായിട്ട് ചൊല്ലി അത് തയമ ആ ഒരു വിവരണ വേണിയിട്ട് അപ്പൊ എങ്ങനെ തയമം നിങ്ങൾ ചെയ്യണോ എന്ത് വിഷയം അത് ഈ മയ്യത്തിൽ കുളിപ്പാട്ടുമ്പോ ചില മയ്യത്തില് കുളിപ്പാട്ടിയ മയ്യാവില്ല തയമം ചെയ്യേണ്ട വിധി പണ്ട്. അതെന്ത് വന്നെങ്കിൽ ഈ മയ്യത്ത് കുളിപ്പാട്ടവിടെ ഇരീ തടിക്ക് തന്നി എത്തണം. തന്നി എത്താത്ത ഏതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടു അത് എടുക്കുക ആവില്ല കണ്ടെങ്കിൽ നമുക്ക് എന്താക്കേണ്ടി പണ്ട് തയമോ ചെയ്യേണ്ടത്. ഉദാഹരണക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് അപ്പൊ അതില് എന്താക്കുക ഞങ്ങൾക്ക് ഈ തുന്നി പിടിപ്പാട്ടി അവിടെ ഇടി തന്നി വീത്തിട്ട് കൽക്കുക എത്തുവാട്ടും പോലെ ആവില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ അവിടത്തെ കൽക്കണം ഒലിഞ്ഞിതൊക്കെ എന്ത് വേണ്ടി വന്ന് തയമോ വേണ്ടി. അപ്പൊ ഫസ്റ്റ് ഇത് തയമോ ചെയ്യുവാട്ടിട്ട് ബാക്കി ഇന്ന ജാഗ കൽക്കണം. അതേപോലെ ഇതൊക്കെ വേണ്ട ഏത് ചെറിയ മക്ക സുന്നത്താക്കാത്ത മക്ക മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുന്നത്താക്കാതെ ആ തോലുണ്ടല്ലേ അതിലുള്ളത് തന്നി തട്ടണം. തന്നി തട്ടിത്തും തന്നെ മെയ്യോളും തട്ടില്ലെങ്കിൽ അവിടെയും തയമൂമ ചെയ്യുവാട്ടേണ്ടി വേണ്ട. പിന്നെ ചില സന്ദർഭത്തിൽ എന്താണ് ഈ പൈൻറ്റോ ഇതുപോലത്തെ എന്നിട്ട് എടുക്കോ ഒരു തെറും കാണ്ടില്ല കണി ഞങ്ങൾക്കിപ്പോ എന്താക്ക അതൊക്കെ എണ്ണ തോറ്റിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ക അത് ക്ലിയർ ആക്കുക അവരെങ്കിൽ ആക്കണം.
ആക്കുക ആയില്ല കണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തന്നി തട്ടില്ല എന്നൊരു ഉറപ്പ് നമ്മൾ കൊണ്ടുണ്ടെങ്കിൽ അതിലെ ബദൽക്ക് എന്താക്കണം, തയമ്മു ചെയ്യണം. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചില മയ്യത്തുക്ക് വേണ്ടി പണ്ട് അത് ഞങ്ങൾക്ക് തീരം ചൊല്ലല്ല, ഗവൺമെന്റ് റൂൾസ് ആയിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിലല്ല ഈ കുലിപ്പാട്ടും ഇടിയൊക്കെ തന്നി എത്തുപാട്ടും കഷ്ടവും മടക്കി തുന്നിട്ടിക്കട മടക്കി തുന്നിട്ട് നമ്മുടെ തോല് ഉൽക പോയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം. അപ്പൊ ഈ ചുരുക്കത്തിൽ ഇതായിട്ടിക്കട് എവിടെയെങ്കിലും ഒരു പക്കത്ത് തന്നി തട്ടാത്തത് ഉണ്ട് കണ്ടെങ്കിൽ അതിന് ബദലിക്ക് തയമ്മ ചെയ്യാറ്റിന് പണ്ട്. ഈ ലാസ്റ്റ് കുളിച്ചിട്ടാകുമ്പോ കുളിപ്പാട്ടിട്ടാകുമ്പോ ക്ലിയർ ആയിട്ടാകുമ്പോ ലാസ്റ്റ് പോയുള്ള നിങ്ങൾ തന്നി വിത്ത് കൊണ്ടാണ്ട് കുടുംബത്തിനെല്ലാം തന്നി വിത്ത് ഒഴിക്കുക. അതിന് വിഷയം എന്തിരി അത് എന്തിരി അത് നിർബന്ധമാണ്. എന്നാ ഒരു ചോദ്യം കൂടിയാണ്. കുലിപ്പാട്ടനായത് ഒരാളായിട്ടിരിക്കുന്നത്, ഒരാൾ അവനക്ക് ഹെൽപ്പ്, പിന്നെ ഒരാള് അവിടെ കാര്യങ്ങളെല്ലാം നോക്കും. മൂന്നാളെയാണ് ഈ മയ്യത്ത് അവിടേക്ക് എന്താക്കുക തീരാ. ഇതല്ലാത്ത ഒരാൾ പോകുന്നത് തീരാ. ചില മയ്യത്ത് തടിയാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഇന്നവിടെ അല്ല ഒരടിയാറ് ആൾമാര് വേണ്ടി വരും. സന്ദർഭത്തിൽ ചിലപ്പോൾ ആൾ കൂട്ടേണ്ടി വരും. ഇല്ലെങ്കിൽ കുലിപ്പാട്ടനായ ഓർത്ത അവർക്ക് സഹായമായിട്ട് തന്നെ വീട്ടി കൊടുക്കും ഓർത്ത കാര്യങ്ങളെല്ലാം നോക്കുക ഓർത്ത. ഈ മൂന്നാൾ മാത്രമായിട്ട് കുലിപ്പാട്ടേണ്ട അവിടെ വേണ്ടത്. പിന്നെ അല്ലാത്ത ഓർത്ത പോകുന്നത് തീർച്ചെങ്കിൽ ഞങ്ങൾ കൂടെ ഈ മയ്യത്തുക്ക് ഹുറുമത്തുണ്ട്. ഹയാത്തുള്ളവർക്ക് എത്ര ഞങ്ങൾ ബഹുമാനം കൊടുക്കണം അതിനേക്കാൾ ചൊമ്മ റെസ്പെക്ട് ആയിട്ട് മയ്യത്ത് കൊടുക്കട്ടെ. അപ്പൊ ഹയാത്തുള്ളവനൊത്ത് കുലിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്ങനെ എക്കി നോക്കണമ, അല്ലെങ്കിൽ കണ്ണിൽ എക്കുവാട്ടി നോക്കണമ, അല്ലെങ്കിൽ പിന്നൊരുത്ത നോക്കിട്ട് അവൻ ഇഷ്ടപ്പെടാന. അതുകൊണ്ട് അതൊന്നും മയ്യത്ത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടിട്ട് ഈ കുലിപ്പാട്ട് ഒരാളും സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളും പിന്നെ ഒരാൾ, ഈ മൂന്നാളല്ലാണ്ട് വേറെ ആൾ പോകുന്നു. പിന്നെ ഇത് അയാത്ത് കാല ചിലപ്പോൾ കുടുംബത്തങ്ങായിട്ടിക്കോ തിരുസത്തങ്ങായിട്ടിക്കോ അറസാക്കി അങ്ങിക്കുവാറ് അതെല്ലാം തന്നി പിന്നെ സ്ഥലത്ത് ചീരുന്നതല്ല. അങ്ങനത്തെ സഹായം എല്ലാം ആക്കേണ്ടത് ഹയാത്തുന്ന കാലത്ത്. ഇപ്പൊ എന്താക്കത് ഉമ്മ മക്കളതോ ഉമ്മ മറുമോലതോ മാമി മറുമോലതോ ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസ് എല്ലാം കുടുംബത്തിൽ വെക്കില്ല. അപ്പൊ അല്ല അതെല്ലാം ഇന്നങ്ങ് മരിച്ചാൽ കണ്ടെങ്കിൽ ലാസ്റ്റ് തന്നി വീറ്റുന്ന സംഭവം ഉണ്ടല്ലോ. അത്തരം ആവശ്യങ്ങളുള്ള ഹയാത്ത് കാലത്തായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്, മരിച്ചാൽ പിന്നെയല്ല. അപ്പൊ എല്ലാരും വന്നിട്ട് ഇങ്ങനെ എന്താക്കണ്ട, തന്നി വീത്തേണ്ട ആവശ്യമില്ല. അതെല്ലാം തീരാ. മുങ്ങിട്ടൊരു മയ്യത്ത് മരിച്ചിട്ട് അതിന് കുളിപ്പാട്ടണ എങ്ങനെ എന്തിനാക്കണത്? ഇപ്പോ തണ്ണിയുടെ അടിയിൽ തന്നെ മയ്യത്തും കണ്ടെങ്കിൽ ഈ എടുക്കുമ്പോ തന്നെ അതിന് കുലിയായിട്ട് എന്നും കൂടി തെരഞ്ഞങ്ങനെ കണ്ടെങ്കിൽ ഒരു നീയത്തും കൂടി ആക്കിണ്ടെങ്കിൽ കണ്ടെങ്കിൽ ഈ മയ്യത്തിന് കുലിപ്പാട്ടം എടുക്കുമ്പോ ഇതാക്കിയെന്നുണ്ടെങ്കിൽ അതിന്ന്. അപ്പൊ ഇങ്ങനത്തെ മയ്യത്തുകളെല്ലാം ചിലപ്പോ പിന്നെ പോസ്റ്റ്മോർട്ടത്തുകളെല്ലാം പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അവിടെ എന്താക്കുന്നെ ഈ കുലിപ്പാട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒന്നവിടെ ഈ മയ്യത്തിന് കുലിപ്പാട്ടിന് നീയത്താക്കി മുക്കിയെങ്കിൽ അടിയിലെടുക്കുമ്പോ എടുത്തെങ്കിൽ കുലിമയാവും. ഇനി ബെസ്റ്റ് അവിടത്തെ നീയത്ത് ആക്കാൻ കണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇപ്പൊ നീയത്ത് കുലിക്ക് നിർബന്ധം എന്തില്ല. മയ്യത്ത് കുലിപ്പാട്ടുമ്പോ മയ്യത്ത് കുലിക്ക് നീയത്ത് വെക്കാനുള്ള നിർബന്ധം എന്തില്ല, വെച്ചെങ്കിൽ നല്ലത്. അപ്പൊ എടുക്കുമ്പത്തേക്ക് അടിയില് മയ്യത്ത് തണിയുടെ അടിയിലുണ്ട്, എടുക്കലോട് കൂടെ അതൊരു കുലിയായിട്ട് ഇനി ഒന്നും കൂടി അവിടെ നീയത്ത് വെച്ചെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ മേലിന്ന് മയ്യത്തും കണ്ടെങ്കിൽ ഇടിക്ക മുങ്ങിട്ടിക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത് മെയ്യാവില്ല, ഞങ്ങൾ മേലിന്റെ മേലെ എടുക്കലേ ഒരുവേള. പിന്നെ അവിടെ മേത്തല്ല ഇങ്ങനത്തെ പോസ്റ്റ്മോർട്ടം തൈക്കിക്കെല്ലാം പോകുന്നു കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പിന്നെ ഇതിൽ കുലിപ്പാട്ട സൗകര്യം എല്ലാം കിട്ടില്ല കണ്ടെങ്കിൽ അപ്പം ഒന്ന് ജസ്റ്റ് തന്നെ മുക്കിയിട്ട് എടുത്തേന്ന് കണ്ടെങ്കിൽ ഏതായിട്ട് ഈ ഫറവായ കുലി അവിടെ. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ആക്കിയാൽ പിന്നെ എന്താക്കേണ്ടതില്ല, കുലിപ്പാട്ടേണ്ടതില്ല. ഇനി തന്നെ ഇപ്പൊ പൂർണ്ണമായി ഇപ്പൊ എവിടെ തുടങ്ങണം എവിടെ ലാസ്റ്റ് ആക്കണം ഈ മയ്യത്തിന് കുലിയുടെ പരിപൂർണമായ ഒരു ചുരുക്കായ രീതിയിലൊന്ന് വിവരിച്ചിട്ട് തന്നെങ്കിൽ നാളെ മയ്യത്ത് കുലിപ്പാട്ടതിന് പൂർണ്ണമായ രൂപം ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഇൻഷാല്ല എന്നൊരു ക്ലാസ് ഞങ്ങൾക്ക് ഇവിടെ ജമാഅത്തിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു വീഡിയോ ഞങ്ങൾക്ക് ഇടാം. അത് പിന്നെ അതിക്ക് മുന്നലായിട്ട് ചൊല്ലേണ്ട, അതായത് ഞങ്ങൾക്ക് വായിൽ ചൊന്നിട്ടൊരു രീതി ഞങ്ങൾക്ക് ചുരുങ്ങിയ നിലക്ക് ആറും പേടിക്കൊണ്ടിട്ടില്ല. മയ്യത്ത് കുലിപ്പാട്ടു ഇടി തടിച്ചണ്ടി അവിടെ എനിക്ക് തന്നി വീട്ടിയെങ്കിൽ മയ്യത്ത് കുലിയായിട്ട് ഇത് ഏറ്റവും ചുരുങ്ങിയത്. ഇനി നമുക്ക് അതിലെ സുന്നത്ത അതബുകളെല്ലാം പാലിച്ചു കൊണ്ടുള്ള ഒരു കുലിയുണ്ട്. അതെങ്ങനെയായിട്ടിക്കട് എന്നായിട്ടിക്കട്. അപ്പോ ഈ മയ്യത്തില് ഞങ്ങൾ എന്താക്കണം, മരിച്ച കിടത്തിയ ഉണ്ട് മയ്യത്തില് കുലിപ്പാട്ട് എടുത്തു പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് 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 ചെന്നിട്ടായിട്ടിക്കട് മയ്യത്തിലെടുത്തു. മയ്യത്തിന് എടുത്തോണ്ട് പോയിട്ട് കിബിലാക്ക് മുന്നിട്ടിട്ട് ഞങ്ങൾ മയ്യത്ത് ബലത്തിൽ അതേപോലെ അവിടെ എന്താക്കട് കുലി റൂമിൽ ബലത്തിൽ ഇനി കിബിലാക്ക് മുന്നിടും പോലെ ബലത്തിൽ. അപ്പൊ ഈ മേൽഭാഗം മറക്കണം. ചുറ്റും ഇന്റർലെപ്പെന്തിന് കിട്ടത്
ടെಂಟ್ ಇಟ್ಟಿರಿಗೇನೆ ಏನು ಅದಲ್ಲ ಅವತ್ರ ರೂಮ್ಗಳೊಳಗೆ ಸೌಕರ್ಯ ಅವರಿಗೆ ಬೆಸ್ಟ್ ಕಂಡಿ ಎಲ್ಲ ಬಾಯಿಲಿಟ್ಟು ಅವತ್ರ ರೂಮ್ಗಳೊಳಗೆ ಒಂದು ಕುಲಿಪಾಟ ಸೌಕರ್ಯ ಅವರಿಗೆ നല്ലേ ഏതാ ഒത്തിരി കുലി റൂമിലെ ആളുണ്ടെങ്കിലും കുലിപ്പാട്ട ഇന്നല്ല നല്ല സൗകര്യത്തില് മുന്നത്തെ പോലെയല്ല പിന്നെ ആ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കുലി റൂമിൽ വെച്ചിട്ട് കുലി റൂമിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഈ മയ്യത്തിന് ചൊല്ലടെ ഇരീക്ക തുണിയിട്ടിട്ട് കുലിപ്പാട്ടൊന്നുണ്ടായിട്ടില്ല കുലിപ്പാട്ടങ്ങ് നോക്കുക തീരാണ്ട് ആവശ്യത്തെ മാത്രം നോക്കണോണ്ട് ആവശ്യം വന്നെങ്കിൽ ഇനി ചൊല്ലാനൊന്ന് കിതാബിലുള്ള കമീസ് ഇട്ടിട്ട് കുലിപ്പാട്ടണം ലൂസിലെ പല കമീസ് പിന്നെ ഈ കുലിപ്പാട്ടോടെ ബെൽറ്റ് തുണിയിട്ട് അതിന്റെ കളർ തുണി എടുക്കണല്ലേ എന്നാൽ ബെൽറ്റ് തുണി ഇങ്ങനെ ഇട്ടും കണ്ടെങ്കിൽ ಈಗ തന്നി വീത്തുമ്പോ കാണ്ട് അതിക്ക് കളർ ഇട്ടെങ്കിൽ നല്ലേ ഇവ കമീസ് അല്ലെങ്കിൽ ഒരു തുണി ഇടിയിപ്പിടാം അപ്പൊ ഇടിയൊക്കെ മൂടിയിട്ട് കുലിപ്പാട്ടുണ്ട് ചിലപ്പോ മൂടിയിട്ട് കുലിപ്പാട്ടുമ്പോ തല കൽക്കുമ്പോ തലയുടെ തുണി എടുക്കേണ്ടി പണ്ട് അപ്പൊ തലയുടെ കൂടെ കുറേ തുണി എന്താക്കണം മുഖത്ത് കുറേ തുണികൾ സുന്നത്തായിരിക്കും സ്പെഷ്യൽ എന്തായിട്ടെങ്കിൽ അത് കുലി തീർത്തോളം പക്ഷെ ഹയാത്തുള്ളവനക്ക് ഹുർമത്ത് കൊടുക്കും പോലെ മയ്യത്തും ഹുർമത്ത് കൊടുക്കണം അപ്പൊ ഈ മയ്യത്തിനെ ഫസ്റ്റ് ഞങ്ങൾ എന്തിനാക്കണമെന്നെങ്കിൽ ഇനി മൂടിനെങ്കിൽ ഒരു തുണി ഇങ്ങനെ അത്ര കമീസ് ഇട്ടെങ്കിൽ നല്ല ലൂസുള്ള പല കമീസ് ഇല്ലെങ്കിൽ എടുപ്പാട്ട് അതല്ലെങ്കിൽ കളർ തുണിയില്ല ഇട്ടിട്ട് എത്ര മറക്കത്തിട്ട് എത്ര മറക്കണം പിന്നെ മയ്യത്തിന് തൊടുക്കും ഈ കാലി കൈ കൊണ്ടിട്ട് മയ്യത്തിന് തൊടാണ്ടിക്കണം ഔറത്തിന്റെ ഭാഗത്ത് തൊടൽ ഹറാമായിട്ട് ബാക്കിയുള്ള ഭാഗത്ത് തൊടണമെങ്കിൽ നല്ലതല്ല തുണി ചുറ്റിട്ട് തൊടണം ഏത് ഒഴിവാക്കുമ്പോ ഈ കുളിപ്പാട്ടുമ്പോഴത്തേക്ക് ഇല്ല ലൈക്ക് വേന ഗ്ലൗസ് അതെല്ലാം കിട്ടും പിന്നെ ഈ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് ബലത്തിട്ട് ആ ബലത്തിട്ടാകുമ്പോ ഇപ്പൊ തലയുടെ ഭാഗത്തിൽ എത്ര ആവും പോലെമേ ബലത്തുള്ളൂ അതിപ്പോ ഇപ്പോഴത്തെ കട്ടിലുള്ള സൗകര്യമില്ലല്ലേ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹയാത്തുള്ളവൻ കുളിക്കുമ്പോൾ എന്താക്കണേ ഫസ്റ്റ് ടോയ്ലറ്റിൽ കൊണ്ടല്ലേ അപ്പൊ അതേപോലെ ഫസ്റ്റ് ഈ മയ്യത്തിനെ വയറ് ശുദ്ധിയാക്കണം വയറ് ശുദ്ധിയാക്കുക ഈ മയ്യത്തിലെ തെല്ല് ഒരു കുത്തതെ പാട്ടല്ല ഒരു തെല്ല് ചാച്ചതെ പാട്ടും പോലെ ഞങ്ങളുടെ ബലത്തെ കാല് കുത്തി വെച്ച് കട്ടിയില് ഈ കൈ കൊണ്ടിട്ട് മയ്യത്തിലെ തലയുടെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇടത്തെ കയ്യിൽ വയറ് ചന്ത ഈസാണ് കാല് തെല്ല് അകലാക്കി വെക്കുന്നു തന്നി ബീത്രം തന്നി ബീച്ചോണ്ട് വേണം അപ്പൊ ഈ പുക യാറിടുന്നല്ലേ എന്താ ഭയത്ര പോകുമ്പോഴത്തേക്കും ഹയാത്തിന്നങ്ങളെ പോലെയല്ല മരിച്ചൽ പിന്നെ തെല്ല് തടിക്കെട്ടാൽ ചേഞ്ച് ആവും അപ്പൊ അതുകൊണ്ട് ദുർഗന്ധത്തിൽ യാറപ്പോ അപ്പൊ അതുകൊണ്ട് ലോബൻ ഇട്ടിട്ട് യാറെന്താക്കണം പുകച്ചോട്ടിക്കോളും ഈ ഓരിങ്ങനെ ബയറിത്തോ ചൊമ്മ ഒത്തിട്ടും അല്ല അലക്കമെല്ലയുമല്ല അപ്പൊ വിനോദത്തെ ഇങ്ങനെ തന്നി ബീച്ചോണ്ട് തന്നിയുള്ള ബീച്ച് പോലെ ഈ ബയത്തിരുന്നത് എന്താണ് പോവാം അതിൽ പിന്നെ മയ്യത്തിനെ കിടപ്പാട്ടണം അപ്പൊ എന്തായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ കിടപ്പാട്ട് ഇത് വയറ് ക്ലീൻ ആക്കി കഴിക്കും ഇടത്തെ കൈക്ക് തുണി ചുന്തിട്ട് ഈ ഔറത്ര ഭാഗം കൽക്കും ചന്ത അത് നജസ്സല്ല കഴിഞ്ഞിട്ട് പോകും ഇവിടെ ബയറീസി ഇപ്പൊ ഇടത്തെ കൈക്ക് തുണി ചുന്തിട്ട് എന്താക്കണം ഔറത്ര ഭാഗമല്ല ചന്ത കൽകണം അത് കൽകിട്ടല്ല ആയാൽ പിന്നെ ഇടത്തെ കൈക്ക് തുണി ചുത്തിട്ടായിട്ട് ഈ പിന്നെ ഔറത്ര ഭാഗം കൽകി കൊടുക്കട് അപ്പൊ ഈ തുണി ഉണ്ടല്ലേ അത് പിന്നെ അവിടെ പക്ഷെ അതിൽ നജസല്ലായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ തുണി അവിടെ വെച്ചിട്ട് ഇതേ ഇടത്തെ കൈക്ക് വേറെ തുണി ചുത്തണം വേറെ തുണി ചുത്തിയിട്ട് ആ തുണി കൊണ്ടായിട്ട് പല്ല് തേപ്പാട്ടി കൊടുക്കേണ്ടത് അതുപോലെ മൂക്ക് ക്ലീൻ ആക്കി കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനത്തെ തുണിയുടെ കഷ്ണങ്ങൾ യാറെ വേണ്ടി വേണ്ട കാരണം അവർക്ക് നജസൈത്തിന് തന്നെ പിന്നെ അതിരമേ കൈക്ക് ഒന്ന് അതിരെ കൽകിട്ട് കൈക്ക് ചുത്തണം അല്ലെങ്കിൽ വേറെ തുണി ചുത്തണം ഈ കൈക്ക് ചുത്തകാവും പോലത്തെ തുണിന്റെ പോലെ റെഡിയാക്കി വെക്കുന്നത് നല്ലേ ഇടത്തെ കൈയുടെ ഈ വിരൽ കൊണ്ടിട്ട് പല്ല് തേപ്പാട്ടി എടുക്കണം ചെറിയ ഹയാത്തിന്നങ്ങനെ പോലെ എപ്പോഴും എല്ലാക്കുകാവൂല മരിച്ച ഉടനെ കൈക്കാലെല്ലാം ലൂസാക്കി വെക്കൊണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ദഫണ്ടേക്ക് പോയി പിന്നെ കഫണ്ടേക്ക് വന്നത് ഇപ്പൊ കുരിപ്പാട്ടോടെ എന്നാ ദഫന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി ചൊല്ലുന്നത് കൊണ്ട് ദഫന്റെ കാര്യത്തിൽ മുന്നേറിക്കണം ഇടത്തെ കൈയിലെ ഈ വിരലുക്ക് ഞാൻ അവിടെ ചെന്നെങ്കിൽ മരിച്ച ഉടനെ കൈക്കാലത്തെല്ലാം ലൂസാക്കി വെക്കൊണ്ടിട്ടുണ്ട് അത് ആക്കിയെങ്കിൽ ഈ കുലിപ്പാട്ടത്തിൽ സുലഭമാണ് ഈ കൈക്ക് എന്താക്കണം ഇടത്തെ കൈക്ക് തുണി ചുന്തിട്ട് ഈ പല്ല് തേപ്പാട്ടി കൊടുക്കണം അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആവണിട്ടില്ല ചില ഇതാക്കിട്ട് ബൈ ചുമ കടിച്ചു പിടിച്ചിട്ടില്ല അത് ഹയാത്തിന്നങ്ങളെ തേപ്പാട്ടി പോലെ എല്ലാ നിലക്കും തേപ്പാട്ടൊക്കാവില്ല അത്യാവശ്യം പല്ല് തേപ്പാട്ട് അവിടെ എത്തര അതായാൽ പിന്നെ അതേ ഇടത്തെ കയ്യിൽ ചെറിയ വിരൽ കൊണ്ട് മൂക്ക് ക്ലീൻ ആക്കണം മൂക്ക് ക്ലീൻ ആക്കിയിട്ടായിട്ട് ഉഗുറയിടലോ ഇതിലെവിടെങ്കിലും മണ്ണ് അങ്ങനത്തെ എന്തെങ്കിലും അതെല്ലാം എടുക്കാം
പിന്നെ തന്നി തട്ടേക്ക് തടയവിടേക്ക് എന്തെയ്യുന്നെങ്കിൽ അതെല്ലാം കൽകിട്ടെടുക്കണം. ചിലപ്പോൾ എന്തിനേക്കിത് ഈ പ്ലാസ്റ്റർ അത് ഇതെല്ലാം 10 വാട്ടിയത് ഗമ്മല്ലേക്കില്ല അതെല്ലാം എണ്ണ തോറ്റിട്ട് എടുത്തിട്ട് അതെല്ലാം ക്ലീൻ ആക്കണം. ഇനി എവിടെയെങ്കിലും നജസ് ഉണ്ടെങ്കിൽ അതിനെ കൽകിട്ടെടുക്കണം. ഇപ്പൊ നമ്മൾ കുലിക്ക തുടങ്ങിയില്ല ഇത്തരം ഇതെല്ലാം ആയാൽ പിന്നെ നജസ് എല്ലാം കൽക്കിട്ടെല്ലാം എടുത്തിട്ട് ഇതിനെന്തും ഇല്ല. അയാൾ പിന്നെ ഈ മയ്യത്തിന് ഉതുവെടുപ്പാട്ട് കൊടുക്കണം. ജന്റെ കയ്യിലെ കൽക്കണം ഹയാത്തിൽ അവനെ അങ്ങനെ ഉതുവെടുക്കണം. അതേപോലെ 3 വട്ടം കൈ കൽക്കുവെട്ടത്. പിന്നെ പല്ല് തേച്ച് കൊടുക്കണം പടത്തെ പോലെ തന്നെ. പിന്നെ ബായ്മുക്കിൽപ്പാട്ട് വന്നിട്ട് ഒരു ക്രമ നടത്തുന്നതിന് മാത്രമല്ലാണ്ട് ഇങ്ങനെ ബായ്ക്ക് തന്നി വീട്ടിൽ തുപ്പാട്ടും പോലെ എന്തോ ആവില്ല. ഒരു തെല്ല് മയ്യത്തിന് മുഖത്തിൽ ചരച്ചിട്ട് ഒരു തെല്ല് തന്നി വീട്ടിയ പോലെ ആക്കിയിട്ട് അതായാൽ പിന്നെ എന്താക്കണേ മുഖ കൽക്കിടും. അപ്പൊ മുഖ കൽക്കുമ്പോൾ നീയത്ത് വേണം. ഈ മയ്യത്തിന് ഞാൻ ഉളു എടുപ്പിക്കുന്നുണ്ട് നീയത്ത്. പിന്നെ ജണ്ട് കൈ കൽക്കണം. തിന്നങ്ങ് ഉളു എടുക്കും പോലെമേ ഉളു എടുക്കടേ ഉളു എടുപ്പാട്ടി കൊടുക്കറേ നങ്ങ. അപ്പോൾ ഫസ്റ്റ് മുൻകൈ കൽക്കടേ, പിന്നെ പല്ല് തേപ്പാട്ടി കൊടുക്കടേ, പിന്നെ ബായ് മുക്കുലിപ്പാട്ട് ഒന്ന് കറക്റ്റ് നടക്കില്ല. അതൊരു പേര് കാക്കും മാത്രത്തക്കവിടെ. പിന്നെ മുഖ കൽക്കടേ, പിന്നെ കൈ, പിന്നെ തല തടവി കൊടുക്കണം, പിന്നെ കാത്, പിന്നെ കാല്. ഇങ്ങനെ ഉളു എടുപ്പാട്ടി കൊടുക്കണം. ജണ്ട് കാല് കൽക്കണം, ഉളു എടുപ്പാട്ടി തേക്ക്. അതിൽ പിന്നെ കിബിലാക്ക് മുന്നിട്ടിട്ട് ദ്വാരക്കണം. ഏത് ഉളുടെ മുഹമ്മദ് അബ്ദുഹു വറസൂലുഹു ചെന്നിട്ട് അതില് അല്ലാഹുമ്മ ഇജ്അൽനീ ചൊന്നെങ്കിൽ പടച്ചവനെ നന്റെ നീ ആക്കിണ്ടായിട്ടില്ലേ. പക്ഷെ മയ്യത്തിലവിടെ ഞങ്ങൾ മയ്യത്തിന് വേണ്ടി തരക്കാം. അല്ലാഹുമ്മ ഇജ്അൽഹു മിനത്ത് തവ്വാബീൻ, പെണ്ണെങ്കിൽ ഇജ്അൽഹാ മിനത്ത് തവ്വാബീൻ. ഇതിങ്ങനെ ചൊല്ലാം അല്ലാഹുമ്മ ഇജ്അൽനീ വയ്യാഹു മിനത്ത് തവ്വാബീൻ. വജ്അൽനീ എന്നവിടെ വജ്അൽഹു അല്ലെങ്കിൽ വജ്അൽനീ വയ്യാഹു മിനൽ മുതതഹിരീൻ വജ്അൽനീ വയ്യാഹു മിൻ ഇബാദിക സാലിഹീൻ എന്ന് അവിടെ മാത്രം ഇജ്അൽനീ ചൊല്ല. അവിടെ ഈ മയ്യത്തിന് ചേർപ്പാട്ടിടണം. ഒന്നാ വജ്അൽഹു ചൊല്ല, അല്ലാഹുമ്മ ഇജ്അൽഹു ചൊല്ല, അല്ലെങ്കിൽ ഇജ്അൽനീ വയ്യാഹു ചൊല്ലിട്ട് അതിൽ പിന്നെ അതായാൽ പിന്നെ ഇപ്പൊ ഞങ്ങൾ മയ്യത്ത് ഉളു എടുപ്പെടുത്തിട്ട് ഹയാത്തുള്ളവന് അങ്ങനെ ടോയ്ലറ്റ് പോയിട്ട് പണ്ട് അവരത്ര ഭാഗത്ത് നജസിന്റെ കൽകിന് പിന്നെ ഉളു എടുക്കല്, പിന്നെ ഇവിടെ ഫറലായ കൂടി കുടിക്കല്. അപ്പൊ ഞങ്ങൾ മയ്യത്ത് ഉളു എടുപ്പാട്ടിട്ടായിട്ട് ഏന് ഞങ്ങൾ മയ്യത്തിന് കുലിയായിട്ട് തുടങ്ങും. എങ്ങനെ ആദ്യം ഫസ്റ്റ് കുളിപ്പാട്ടണം. ഏത് തല കൽക്കണം. 3 വിഷയമായിട്ട് തല, ബലഭാഗ, ഇടഭാഗ. തല 3 വട്ട, ബലഭാഗം 3 വട്ട, ഇടഭാഗം 3 വട്ട. ഇങ്ങനെ ആയിട്ട് മയ്യത്തിന് കുളിപ്പാട്ടേണ്ടത്. ഏന് ഞങ്ങൾ ഇത് നീയത്ത് നിർബന്ധമില്ല, സുന്നത്തായിട്ട് ഉദൂഗ് നീയത്ത് വേണം. ഈ മയ്യത്തിന്റെ ഫർദായ കുലിയെ ഞാൻ കുളിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ മേൽ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കുളിപ്പിക്കുന്നു. അങ്ങനെ നീയത്ത് ഈ ചെന്നെങ്കിൽ കുളിപ്പാട്ടാണ്ട് ഏതാക്കുകയല്ലേ നിസ്കരിക്കുകയല്ലേ. അപ്പൊ ഫസ്റ്റ് മയ്യത്തിൽ കുളിപ്പാട്ട് അതെ. അപ്പൊ ഫസ്റ്റ് എന്താക്കടെ തലക്ക് തന്നി വീത്ത് സാബുണിട്ടിട്ട് ചന്ത കൽകിട്ടായിട്ട് പിന്നെ പിന്നൊക്കെ തലക്ക് തന്നി വീത്ത്. അപ്പൊ നൊരല്ല പോണം, പിന്നൊക്കെ തന്നി വീത്തണം. തല കഴുകിട്ട് പിന്നെ മുടിയെല്ലാം ചുമന്ന് ജട കെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പല്ലകലുന്ന ചീപ്പിൾ ബാറണം. താടിനെ ചുമ താടിനെ ബാറണം. തെല്ല് തന്നെ ആവശ്യമില്ല. ചില മുടിയുടെ അടിക്കല്ല തണ്ണിയൊക്കെ കയറ്റിട്ടത് ആയിട്ട് പെണ്ണുങ്ങളെ മുടിയെങ്കിൽ അതിന് മുടഞ്ഞിട്ടിരുന്നുണ്ട്. ഇങ്ങനെ ഇതാക്കിയിട്ടില്ല. അങ്ങനെ തലക്ക് തന്നെ വീത്തിട്ട് സാബുനിട്ടിട്ട് ആ സാബുന്റെ നിറ പോണത് തന്നെ വീത്തിട്ട് പിന്നെ ചില ശുദ്ധ തന്നെ വീത്തിട്ട് തലറിയും. എന്നിട്ട് മുടിയെല്ലാം അങ്ങനെ ഇതായിട്ട് മാത്രം ബാറണം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. പിന്നെ വലത്തെ ഭാഗത്തേക്ക് തന്നെ വീത്തിത്ത് വലത്തെ കാലുടെ മേലെ പിടിച്ചിട്ട് കാലെടുത്തോളം. എന്നിട്ട് സാബുനിട്ടിട്ട് കയ്യിൽ ചന്ത ഉറുത്തന്നെ കൈക്ക് തുണി ചുറ്റിട്ട് ഇടിയൊക്കെ അത് ആ സാബുന്റെ തന്നെ പോണത് തന്നെ വീത്തണം. പിന്നൊക്കെ തന്നെ വീത്തണം. ചെന്നെങ്കിൽ ഈ സാബുന്റെ നിറക്കലങ്ങിയ തണ്ണിരത്ത് കൂട്ടില്ല, കണക്ക് കൂട്ടില്ല. അത് ശുദ്ധിയുള്ള തന്നെ ഉണ്ടാവില്ല. നൊരതിൽ കലങ്ങിട്ട് പിന്നെ രണ്ടാമത് ഇടത്തെ സൈഡ് മയ്യത്തിനെ കൽകണം. എവിടെ പിടിച്ചിട്ട് കുഞ്ചിലോട്ടെ പിടിച്ചിട്ട് കാലിന്റെ അടുത്തോളം. ഇനി മയ്യത്തിന് എന്താക്കണം, ഇടത്തെ സൈഡ് ചരച്ചിട്ട് മുതിര സൈഡ് കൽക്കണം, വലത്തെ സൈഡ് ചരച്ചിട്ട് ഇടത്തെ സൈഡ് മുതും കൽക്കണം. ഇപ്പൊ ഇതേപോലെ എങ്ങനെ ഫസ്റ്റ് തന്നി വിത്തര് സാബുണിട്ട് ഉറുതരെ സാബുൻ പോണക്ക് തന്നി വിത്തര് പിന്നൊക്കെ തന്നി വിത്തര്. ഇപ്പൊ എന്തായി തോന്നുന്നുണ്ടാ ഒർക്ക ചപ്പ തന്നി ഫസ്റ്റ് ബീത്ര ഒർക്ക സാബുണിട്ട നൊര പോണക്ക് തന്നി വിത്ര പിന്നൊക്കെ തന്നി വിത്ര. അപ്പൊ ഈ സാബുണിട്ട തന്നി
സാബുന് കലങ്ങിയ തണ്ണിയുടെ കണക്ക് കൂട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഒരു തന്നി പിന്നൊരു തന്നി അല്ലേ. അപ്പൊ തലയിത്ത് ബലഭാഗത്ത് ഇടഭാഗത്ത് തറവത്തെ സൈഡും മൈത്ത് ഈന് കൽപ്പൂറ കലയ്ക്ക് തെല്ല് കൽപ്പൂറ ഇട്ടിട്ട് ശുദ്ധ തന്നി തലയുടെ പിടിച്ച് കാൽത്തോലെ വീത്തണം. ഇപ്പൊ ഒരു കുലി ആയിത്ത്. അപ്പൊ ഒരു കുലിയിൽ 3 വട്ട തന്നി വീത്തലുണ്ട്. ഫസ്റ്റ് കുറക്ക സാബുന്റെ തന്നി പോയാൽ പിന്നെ ഈ കർപ്പൂര കലയ്ക്ക തന്നി കർപ്പൂര കലക്കടെ ഒന്ന് പുട്ടിടും ചമ്മിയുടെ തീറ ചെന്ന ശുദ്ധ തന്നി തഹൂറാവണം. ഇതിരെ നീക്കിടെ എത്തിയതാവുക തീരാണ്ട് തന്നിയുടെ നിബന്ധന ഇല്ലത്. അതുകൊണ്ട് ഒരു തെല്ല് തന്നി കർപ്പൂര ഇട്ടിട്ട് തലയുടെ പിടിച്ച് കാൽത്തോ. ഇപ്പൊ എത്ര കുലി ആയിത്ത്? 1. ഇതേപോലെ ഇണർക്കാക്കണം, ഇതേപോലെ പിന്നർക്കാക്കണം. ആവശ്യം ഉണ്ടെങ്കിൽ എന്താക്ക ജാസ്തിയാക്കാം. പിന്നെ കുലിപ്പാട്ടൊരാള് നല്ല വിശ്വസ്തനും ശുദ്ധി ഉണ്ടാവണം. കുലിപ്പാട്ടവണ് ഉതു എടുക്കുക സുന്നത്തുണ്ട്. കുലിപ്പാട്ടിയാൽ പിന്നെ കുലിപ്പാട്ടിയവണക്ക് കുലിക്കൊക്കും സുന്നത്തുണ്ട്. അത് നിർബന്ധമൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ ഇതായാൽ പിന്നെ ഞങ്ങൾ പാട്ട് ദ്വാരുന്ന ദുആ ഉണ്ടല്ലേ, ആ ദുആ ഇപ്പം ദ്വാരക്കണം. എന്നിട്ട് ചന്ത തോത്തിട്ട് എവിടെ നനവ് ബാക്കിയാവത്തെ പോലെ തോത്തണം. ചന്ത തോത്തണം. ഒരു തുണിയിൽ തോത്തിട്ട് എടുത്തിട്ട് പിന്നൊരു തുണിയിൽ തോത്തണം, പിന്നൊരു തുണിയിൽ തോത്തണം. തോത്തിട്ട് ഇടീ ചന്ത വളയാവണം. എന്ത് കേട്ടെങ്കിൽ ഈ ഞങ്ങൾ എത്ര മയ്യത്ത് ഈ കബറിൽ വെച്ച് മയ്യത്ത് ദുരുമ്പിപ്പോന്നെ ചൊല്ലും അല്ലേ. അത് എത്ര ഞങ്ങൾ ഒലിക്കുക നോക്കരുത്. അത് ഒലിക്കോബേനായിട്ട് ഞങ്ങൾ എന്തൊരു ചെയ്യണം? എത്ര ഇതാക. അതുകൊണ്ടിട്ട് ഈ കഫൻ പടം നനഞ്ഞാൽ തന്നെ ಬೇಗ അതിതാവും. അതുകൊണ്ട് കഫൻ പടം നനയുക തീര അയക്ക് ബേനായിട്ട് എത്ര ചന്ത തോക്കണം. ഇടീ തടിക്ക് തന്നെ എത്താൻ പോലെ ബീച്ചിട്ട് പിന്നെ ചന്ത അതിൽ തോത്തിയെടുത്തിട്ട് ഇതാക്കാം. പിന്നെ ഈ അടിയായതുള്ള ചോരെಲ್ಲ ಬಂದಿಟ್ಟಿക്ക് അത് പിന്നെ കുളിപ്പേട്ടയിൽ പിന്നെ ചോരെಲ್ಲ ಬಂದಿಂಗ ಅದ್ರೆ ಎಂದ್ರೆ ಹಾಕೊಂಡು അതിരെ ഇപ്പൊ ഞങ്ങ ഈ ചോര വന്നോണ്ടിരിക്കുന്നതും കണ്ടെങ്കിലും ಬೇಗ ಕಲ್ಗಿಟ್ಟು അവിടെ പറത്തിയതോ പോലത്തെ വെച്ചിട്ട് അത്ര ಬೇಗ മയ്യത്ത് നിസ്കരിക്കണം. വന്നോണ്ടിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ബന്ധം കണ്ടെങ്കിൽ അത്ര മാത്രം കൽക്കി എടുത്തേനെ. ഇങ്ങനെ ഇപ്പൊ ഉതുപാട്ടേണ്ടത് കുലിപ്പാട്ടേണ്ടത് ആവശ്യമില്ല. അത്ര മാത്രം ശുദ്ധിയാക്കിയെങ്കിലേ. കുലിപ്പാട്ടിയാൽ പിന്നെ കൈക്കാലൊന്നും ഇങ്ങനെ കയ്യില് ഇവിടെ തട്ടുക മടിച്ചിട്ട് നീട്ടി വെക്കണം. അതേപോലെ ഇതിലാണ് കാലിട്. അങ്ങനെ തന്നെ ഈ മയ്യത്തിനെ മരിച്ച ഉടനെ ഫസ്റ്റ് കണ്ണ് ചിമ്മുമാറ്റിട്ട് താടി കെട്ടിട്ട് പിന്നെ ആക്കേണ്ടത് എന്തായിരുന്നു? എല്ലാ അതിലല്ല ഒന്ന് ഇതാക്കണം. തലയുടെ ഒന്ന് തെല്ല് എതിർ ബക്കുവാട്ടി അപ്പുറത്തി പത്ത് എന്നാക്കി നീട്ടി വെക്കണം. കയ്യിലങ്ങനെ തട്ട് ഇതാ ഇതിൽ ഉടനെ തട്ടും പോലെ മടക്കിയിട്ട് ഒന്ന് തെല്ല് ഇങ്ങനെ മേലാക്കിയിട്ട് ഇങ്ങനെ നീട്ടി വെക്കണം. ബലത്തെ കൈ അതേപോലെ കാലിടെ കോൽക്കാല് തുടക്ക തട്ടും പോലെ ഭയത്ത് തട്ടും പോലെ ആക്കിയിട്ട് എന്താക്കണം? ഒന്ന് നീട്ടി വെക്കണം. കുലിപ്പാട്ടിറങ്ങ വിശ്വസ്തരാവണിട്ട് നനച്ചൊന്നില്ലേ. അങ്ങനെ ഈ മയ്യത്തിലെ ശരീരം എത്ര നോക്കാണ്ടിരിക്കണം. ഇപ്പൊ കുലിപ്പാട്ടാണ് നോക്കേണ്ട ആവശ്യം വന്ന് നോക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലിപ്പാട്ടിയത് കണ്ണ് കെട്ടിട്ടായിട്ട് കുലിപ്പാട്ടിയത് ഇവിടെ നോക്കിപ്പോയിട്ടാണ്. അപ്പൊ മയ്യത്തിലെ ശരീരത്തിൽ നോക്കുകയെ തീര. ഇനി നോക്കേണ്ട ആവശ്യം വന്നെങ്കിൽ എന്താക്കാം? നോക്കാം. കൈവറയില്ലാണ്ട് തുടങ്ങു തീരാം. ഇനി കൈവറിട്ട് ഏന്നാ ഔറത്തിലെ ഭാഗത്ത് കൈവറയില്ലാണ്ട് മുട്ടുപൊക്കളുടെ തുടങ്ങിയ തീരാം. അത് നിർബന്ധം. അവിടെ തുടൽ ഹറാമായിട്ട്. ബാക്കിയുള്ള ജാഗ അത്ര നല്ലതല്ല. പിന്നെ കുലിപ്പാട്ടുമ്പോ ചിലപ്പോ നോക്കേണ്ടി വന്ന് തന്നി തട്ടിട അല്ലെ ഇന്ന എന്തെങ്കിലും ജാഗ്രതെല്ലാം നോക്കേണ്ടി വരും. എത്ര കണ്ണു മുച്ചു തീർന്നോ അത്ര കണ്ണു മുച്ചിട്ടായിട്ട് കുലിപ്പാട്ടാണ് വെച്ചാൽ നോക്കാണ്ട് കുലിപ്പാട്ടാണ്. ഇന്റെ നാട്ടിൽ നമുക്ക് സുലാബുണ്ട് ഏതൊക്കെ പൈപ്പ് പിടിച്ചെങ്കിലും എത്ത്. പിന്നെ എല്ലാവരും മയ്യത്ത് ഒരേപോലെയൊക്കില്ല. ചില ആൾമാരത് ഇപ്പൊ ഉഷാറില്ലാണ്ടായിട്ട് അന്യ കുത്തി വെച്ചിട്ട് മരിച്ച നിലക്കിടാറും. അപ്പൊ തെളി യാറാണ് അവിടെ ജാഗ്രത കൊല്ലാക്കുന്നത്. ചിലത് അങ്ങനെയല്ല, നല്ല ഇതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോയാലായിട്ട് മേലെന്തോ തന്നിക തടയ അവിടെ എത്തിയത് എന്തും ഇല്ല. അങ്ങനെ ഇവ ഈ മയ്യത്ത് എത്ര ಬೇಗ കുലിപ്പാട്ടിയെങ്കിൽ സുലഭമാണ്. இப்போ நாங்கள் எந்த சொன்னீங்க நாங்களே மையத்து குளிப்பாட்டுறது நாங்களே ஆகணும், நாங்களே குடும்பத்தை ஆகணும் சொல்லி அது எந்தாங்க யாரை கொண்டு அது 10 போயிட்டு சொல்லாத்தங்க ஒரு விശ്വസ്ത ആവണം ചൊല്ലിയ വിഷയത്തിലല്ല നിങ്ങൾ ചൊല്ലി അതുമൊക്കെ. പിന്നെ കിതാബിലെല്ലാം ചൊന്നത് എന്തുന്നാ പത്രവൻ പറയുമ്പോൾ അവനൊരു കടമ നിർവഹിക്കും. ഒട്ടാശ അവൻ ചെന്നാൽ അവനക്ക് അവന്റെ ടൈമിൽ ആയിപ്പോകും. ചിലപ്പോൾ സമ്പർക്കമായിട്ടിരിക്കും, അല്ലെങ്കിൽ ചില ആൾമാർ ഫ്രീ ആയിട്ട് കുളിപ്പാട്ടുന്നത്. കുളിപ്പാട്ടി മയ്യത്ത് കുളിപ്പാട്ടി നല്ല പ്രതിഫലമുള്ള കാര്യമായിട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ ഇട്ടല്ല. ചില ആൾമാർ എന്താക്കുന്നത് വെച്ചാൽ നിങ്ങൾ അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങ് ഈ മയ്യത്തിട്ടുള്ള ഉറുമത്ത് കാട്ടില്ല. എന്താ കേട്ടെങ്കിൽ അങ്ങക്ക് ഇത് 6 ഒരാള് നോർമൽ 6 ഒരാള് മക്ക കുളിപ്പാട്ട് അങ്ങനല്ല ഇന്നെന്റെ ബാപ്പ എന്നുള്ള ഒരു ആക്രിഫൊക്കെ ഉണ്ട്. അതുകൊണ്ട് എത്ര ജാഗ്രത ആക്കിയിട്ട് എന്താക്കിടാറ് കുളിപ്പാട്ട. ഈ പിന്നെ ഇത് നിങ്ങൾ ചൂടി ചൊന്നാലല്ലോ എതിരെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഈ ചൊല്ലാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്.
ബാക്കി തന്നെ അങ്ങനെയല്ല അങ്ങ് ചൊല്ലൊക്കെ തീരാ നമുക്ക് കുഞ്ഞിനോട് ചൊല്ലാൻ അമീനൻ വിശ്വസ്തനാവുന്നുണ്ട് വിശ്വസ്തനെന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ മറച്ചു വെക്കണമെങ്കിൽ താങ്കളാവുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ ഇൻഷാല്ലോട് ഒന്ന് നടത്തുന്നുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് വീഡിയോ എങ്ങനെയായിട്ട് ചെന്ന ഈ മയ്യത്ത് കുലിപ്പാട്ടേം ചൊല്ലത് ഇത് സുലഭായി ചൊല്ലൊക്കെ സുലഭായിട്ടിട്ട് പക്ഷെ കുലിപ്പാട്ടുമ്പോ മയ്യത്ത് ഞങ്ങൾക്ക് വേനായ പോലെ ആവില്ല ചെന്ന അത് എഞ്ചി തേക്കില്ല ഞങ്ങമേല സഹായിച്ചുള്ളൂ അപ്പൊ ചെറിയൊരു കഷ്ടേക്കത് അതിനെ സംബന്ധിച്ച് അറിഞ്ഞ് പഠിച്ചിട്ട് കുലിപ്പാട്ടുമ്പോ അത് സുലഭായിട്ടിട്ട് ചൊന്ന വലിയ കഷ്ടമൊന്നുമല്ല പ്രതിഫലം കിട്ടുന്ന കാര്യം നിങ്ങളെ ന്യൂ ജനറേഷൻ കബറെടുക്കുന്നവിടെ അതേപോലെ ഈ കുലിപ്പാട്ടവിടെ അതേപോലെ ഈ കഫന്റെ അവിടെ ഭാരി പിറക് ജാരിയിട്ടുണ്ട് ഇതിലെ മഹല്ലത്ത് എല്ലാ ആൾമാരും എല്ലാ ജമാഅത്ത് കമ്മിറ്റിയും അതേപോലെ സംഘ സംസ്ഥങ്ങളും ഇതൊക്കെ വേണമായിട്ട് എല്ലാവരും ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ ഞങ്ങളെല്ലാം മൊത്തം നടക്കും അതായിട്ട് ഞങ്ങളെ ഉദ്ദേശം ഈ വീഡിയോ എല്ലാവരും നിങ്ങൾ നോക്കോറും നിങ്ങൾ പോരാടാക്കോറും പഠിക്കോറും ഇൻഷാല്ലാ അതുപോലെ എന്താ ചില മസാല മരിച്ചോടെ ചൊന്നു പോകത്തില്ല ഞങ്ങളുടെ ഗലട്ടാക്കുകയെ പണ്ടാറ് ഏനെ മയ്യത്ത് കുളിപ്പാട്ടോടെ ഇട്ട് കഫൻ ചെയ്തിട്ട് ദഫൻ ചെയ്തിട്ട് ഞങ്ങളുടെ ഗലട്ടാക്കുകയെ പണ്ടാറ് അത് അറിവില്ലാത്തത് കൊണ്ടായിട്ടിക്കട അതുകൊണ്ട് ആയത്ത ആൾമാർക്ക് ചൊന്നു കൊടുക്കണം അതിനെ സംബന്ധിച്ച് ഓരോ മഹല്ലും ക്ലാസ് നടക്കണം അപ്പൊ ഇൻഷാല്ലാ അതൊക്കെ ഒരു മാറ്റം വരും അപ്പൊ ഒരു മയ്യത്തിനെ ഞങ്ങൾ ഒരു പുതിയാമ്പിള ഇറക്കും പോലെ ഇറക്കണം അപ്പൊ അതുകൊണ്ട് ആയത്തര ഹുറുമത്ത് ഇതിൽ പ്രത്യേകമായിട്ട് നക്ക് ചൊല്ലുള്ളത് ഒന്ന് വെച്ച തന്നി ഒഴിവാക്കണം ചപ്പ തന്നെയും മയ്യത്ത് കുളിപ്പാട്ടണം കടലിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് തന്നെ കിട്ടണമെങ്കിൽ അത് ഏറ്റവും നല്ലത് രണ്ടാമത് ആവശ്യമില്ലാണ്ട് നോക്കത്തീറ മൂന്നാമത് കുളിപ്പാട്ടിലൂടെ വന്ന് എക്വാറ്റി നോക്കണേ ഉള്ളത് ഇത് കൂടണം നാലാമത്തേത് ഈ ലാസ്റ്റിക്ക് തന്നി വീത്തൊക്കെ കൊണ്ടുവരും ഇതും ഒഴിവാക്കണം പിന്നെ ഈ മയ്യത്ത് കുളിപ്പാട്ടിയ തന്നി ഒരു ഗുളി എടുത്തിട്ട് തക്കറാറല്ലേ അത് ഈ പറുത്ത് കലക്കുമ്പോൾ സ്മെല്ല് പണ്ടത് വേണ്ട നല്ലതായിട്ട് കിട്ടും അതൊക്കെ ഒരു ഗുളി എടുത്തിട്ട് ഇതാക്കാം അപ്പൊ ഈ പുകയിട്ടത് അതൊക്കെ എന്തെങ്കിലും ഒരു നാത്ത ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ടത് വേണ്ട എന്നത് തെറ്റില്ല ഇൻഷാല്ലാ നിന്നെ ഞങ്ങൾക്ക് മരിച്ച ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുമായി സംബന്ധപ്പെട്ട അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം പിന്നെ മയ്യത്ത് കുലിപ്പാട്ടത്ത് പ്രാക്ടിക്കലായിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ എടുത്ത് കാട്ടാം അള്ളാഹു തആല ഈ കാത് കൊടുക്കുന്ന എല്ലാ ആളുമാർക്കും അള്ളാഹു ഖൈറും ബറക്കത്ത് ചെയ്യട്ടെ പ്രദാനം ചെയ്യട്ടെ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു തആല മുത്തഖീങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്കും കാത് കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ